ഇപ്പം ജി സുധാകരനെ പോലെ വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരിപ്പോഴും മത്സരിക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് പലപ്പോഴും നമ്മുടെ യങ് പൊളിറ്റീഷ്യൻസിന് നമ്മൾ എത്രമാത്രം സീറ്റ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും സ്വരം നന്നാവുമ്പം പാട്ട് നിർത്തണം എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത് ആവശ്യമാണ്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് ഇന്നും കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പക്ഷെ അവരെന്തുമാത്രം നിയമസഭ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കുറെ മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ഇവരാരെയും നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടെങ്കിൽ ലൈക്ക് ഇപ്പം ഒരു ഇസബെല്ല നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇസബെല്ലയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു യങ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു യങ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാത്ത എന്തുകൊണ്ടായിരിക്കും? Like, അങ്ങനെ വരുമ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നേതാക്കളിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്ന് യുവാക്കൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതികളിൽ രാഷ്ട്രീയം സംസാരിക്കപ്പെടുന്നില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പം ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു എന്നൊരു അഭിപ്രായം കുട്ടികൾക്കുണ്ട്, അല്ലെങ്കിൽ കോളേജിലെ ആളുകൾക്കുണ്ട് എന്നുണ്ട്. ഒരു പാർട്ടിയിൽ അനുഭവത്വം ഉണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ എന്താ പറയുക, ബ്ലൈൻഡ് ആയിട്ട് അതിനെ വിശ്വസിക്കുന്നു, അതൊരു തെറ്റാണ് എന്നൊരു ധാരണ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിപ്പം അങ്ങനൊരു കാര്യമുണ്ട്. മാത്രമല്ല, നേതൃത്വ നിരയിലേക്ക് കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ വരാത്തതിന് മറ്റൊരു കാര്യം, പാർട്ടിയുടെ ആദർശങ്ങൾ മറന്ന് പലപ്പോഴും കക്ഷി രാഷ്ട്രീയവും ഗ്രൂപ്പിസവും ഒക്കെ നമ്മുടെ മുതിർന്ന നേതാക്കൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴിയിലേക്ക് സഞ്ചരിക്കുവാനൊരു വിമുഖത നമ്മുടെ എന്താ പറയുക യുവാക്കൾക്കുണ്ടാവും. ആ വിമുഖതയാണ് മറ്റൊരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴൊരു സേഫ് സീറ്റ് രാഷ്ട്രീയമാണ് നമ്മൾ പിടിക്കുന്നത്. ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള, മുഖപരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള ആരെങ്കിലുമൊക്കെ നിർത്തിയാലേ ജയിക്കൂ എന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള ആളുകൾക്ക് ഈ ഒരു പയ്യൻ വന്നാൽ ഈ പയ്യനെ കൊണ്ട് വല്ലതും നടക്കുവോ, ഇവനിത് ശരിയാവുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ളൊരു തുറവി നമ്മൾ ഓരോരുത്തരും കാണിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു.